भीड़ बहुती का तीसरा भाग देखिए। पेन में कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया। नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे। पेन में कुछ स्याही बची थी। There was some ink left in the pen. പേനയിൽ കുറച്ച് സ്യാഹി മഷി ബച്ചീതി അവശേഷിച്ചിരുന്നു. ബച്ചന രക്ഷപ്പെടുക എന്നുള്ള അർത്ഥമുണ്ട്. ബച്ചീതി അവശേഷിച്ചിരുന്നു. ഉസേ സാഹിലിനെ അത് സാഹിൽ ജമീൻ പർ ചിടക് ദിയ. ജമീൻ നിലം, നിലത്ത് ചിടക് ദിയ. ചിടക്ന കുടഞ്ഞു, ഒഴിവാക്കി, ഉപേക്ഷിച്ചു എന്നർത്ഥം. സാഹിൽ sprinkled it on the ground. नई स्याही भरवाने के लिए, नई स्याही പുതിയ മഷി, പുതുതായി മഷി, ഭർവാനെ കെ ലിയെ നിറയ്ക്കാൻ വേണ്ടി, ദോനോ രണ്ടുപേരും, ദുകാൻ പർ പഹൂഞ്ചെ എത്തി, കടയിൽ എത്തി. ദുകാൻ ഷോപ്പ്, കട, കടയിൽ എത്തി. Both arrived at the shop to get new ink filled. एक पेन स्याही भर दो. साहिल से पहले ही भेला ने दुकान वाले से कहा. ഇത് കോൺവെർസേഷനാണ്. അപ്പോൾ ഇതിൽ ആരാ പറഞ്ഞതെന്നുള്ളത് പിന്നിലാണ് കൊടുത്തത്. സാഹിൽ സെ പെഹലെ. അപ്പോൾ एक पेन स्याही भर दो, ഒരു പേന സ്യാഹി ബർദോ മഷി നിറച്ചു തരൂ. സാഹിൽ സെ പെഹലെ, സാഹിലിൻ്റെ പെഹലെ ഹി മുൻപ് തന്നെ, ബേലാനെ ബേല ദുകാൻ വാലെ സെ കടക്കാരനോട് കഹ. ബേല ടോൾഡ് ദ ഷോപ്പ് കീപ്പർ. എന്താ പറഞ്ഞത്? एक पेन स्याही भर दो, fill a pen with ink. बेटा स्याही की बोतल अभी अभी खाली हो गई, अब तो कल ही मिल पाएगी. അപ്പോൾ ഷോപ്പ് കീപ്പർ ദുക്കാൻദാറിനെ ക്യാ കഹാ? ബേട്ട, മോനെ. അപ്പോൾ ഹിന്ദിക്കാർ മോനായാലും മോളായാലും ബേട്ട എന്ന ഒരു വിളി വിളിക്കാറുണ്ട്. നിങ്ങൾ ഹിന്ദി ഫിലിമിലും ഹിന്ദി പ്രോഗ്രാംസിലൊക്കെ കാണാം. ബേട്ട, ബേട്ട എന്ന വിളി മോനായാലും മോളായാലും അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബേട്ട, മോനെ, മോളെ, രണ്ട് രീതിയിലുമായിട്ട് ആ വിളി വിളിക്കുന്നു. സ്യാഹി കി ബോത്തൽ, മഷിയുടെ ബോട്ടിൽ, ബോത്തൽ ബോട്ടിൽ. അഭി അഭി ഖാലി ഹോ ഗയി ഹെ. അഭി അഭി, അഭി ഇപ്പോൾ, അബ് ഇപ്പോൾ, അഭി ഇപ്പം തന്നെ എന്നുള്ള അർത്ഥം. അപ്പോൾ അഭി അഭി ഇപ്പോൾ തന്നെ, ജസ്റ്റ് ഇപ്പം അടുത്തായിട്ട്, ഖാലി ഹോ ഗയി കാലിയായിട്ടേ ഉള്ളൂ, കഴിഞ്ഞിട്ടേ ഉള്ളൂ. അബ് തോ കൽ ഹി മിൽ പായേഗി, ഇനിയിപ്പോൾ കൽ ഹി നാളെ തന്നെ, മിൽ പായേഗി ലഭിക്കുകയുള്ളൂ. ദ ബോട്ടിൽ ഓഫ് ഇങ്ക് ഹാസ് ജസ്റ്റ് ബീൻ emptied. You can only get tomorrow. लेकिन इसने तो पेन में जो स्याही बची थी उसे भी ज़मीन पर छिड़क दिया. बेला बोली. बेला ने कहा. बेला बोली, बेല പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സെൻറ്റൻസിലെ ലാസ്റ്റുള്ളത് ആദ്യത്തിലേക്ക് എടുത്തത്. ബേല ബോലി, ബേല പറഞ്ഞു. എന്ത് പറഞ്ഞു? ക്യാ കഹാ ഉസ്നെ? ലേക്കിൻ ഇസ്നെ തോ, ഇവനാണെങ്കിൽ, ലേക്കിൻ പക്ഷേ, ഇസ്നെ തോ ഇവനാണെങ്കിൽ, തോ എങ്കിൽ, പെൻ മേ ജോ സ്യാഹി ധി പെന്നിൽ എന്ത് മഷിയാണോ ഉണ്ടായിരുന്നത്, ഉസേ ഭി അതും കൂടി, ഭി കൂടി, ജമീൻ പർ ചിടക് ദിയ നിലത്തേക്ക്, ചിടക്ന സ്പ്രിങ്കിൾഡ് കുടയുക, ഉപേക്ഷിച്ചു എന്നർത്ഥം. ജമീൻ പർ ചിടക് ദിയ നിലത്തേക്ക് കുടഞ്ഞു, നിലത്തേക്ക് ഉപേക്ഷിച്ചു. ബേല ബോലി, ബേല പറഞ്ഞു. ദ ഇങ്ക് ഇൻ ദ പെൻ ദാറ്റ് പുട്ട് ടു ദ ഗ്രൗണ്ട്.
बादल को देखकर घड़े को नहीं ढुलाना चाहिए, दुकान वाला भैया ने कहा और पूछा कौन सी में पढ़ते हो. ഇനി ഒരു ഫ്രേസാണ് പറയുന്നത്. ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹി ഢുലാനാ ചാഹിയേ. ബാദൽ ക്ലൗഡ് കാർമേഘം, ദേഖ്കർ കാർമേഘത്തെ കണ്ടിട്ട്, ഘടേക്കോ ഘട എന്ന് പറഞ്ഞാൽ കുടം, മൺകുടം, അങ്ങനെയുള്ളത്. കുടം എന്ന പാത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്, മൺകുടം. ഘടേക്കോ നഹി ഢുലാനാ ചാഹിയേ. ഢുലാന കമിഴ്ത്തുക. കാർമേഘത്തെ കണ്ടിട്ട് കുടം കമിഴ്ത്തരുത്. ബാദൽ ബർസേഖ യഹി സോച്ച്കർ. ഇത് ബുക്കിലില്ല, ഞാൻ പറയാണ്, അത് ഒന്ന് ഡെഫിനിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ബാദൽ ബർസേഖ ऐसा സോച്ച്കർ, മഴ പെയ്തോളും എന്ന് വിചാരിച്ചിട്ട്, ഘടേ കാ പാനി നഹി ഢുലാനാ ചാഹിയേ, പാത്രത്തിലെ വെള്ളം നമ്മൾ കമിഴ്ത്തരുത്. ഷായത്തോ ബാദൽ നഹി ബർസേഖ, ചിലപ്പോൾ മഴ പെയ്യില്ല. തബീതോ ഹമാരെ പാസ് കെ പാനി ബി നഹി ഹോഗ, അപ്പം നമ്മളുടെ അടുത്തുള്ള വെള്ളം കൂടെ ഇല്ലാതാകും. ഇസീലിയെ ദുക്കാൻദാറിനെ കഹ, ഇതുകൊണ്ട് തന്നെയാണ് കടക്കാരൻ പറഞ്ഞത്, സാഹിൽ കെ പെൻ മേ സ്യാഹി ധി, ധോടി സി സ്യാഹി. സാഹിലിൻ്റെ പേനയിൽ ധോടി സി സ്യാഹി ധി, കുറച്ച് മഷി ഉണ്ടായിരുന്നു. പർ ഉസ്നെ തോ സോച്ച് ലിയ, പക്ഷെ അവൻ ചിന്തിച്ചു, ദുക്കാൻ മേ ജാക്കെ ബർ സകെ, കടയിൽ പോയിട്ട് നിറക്കാമെന്ന് വിചാരിച്ചു. പർ ദുക്കാൻ മേ സ്യാഹി നഹി, കടയിൽ മഷിയില്ലാതെയായി. തബി തോ ഉനെ തോ അഭി പെൻ മേ സ്യാഹി നാ ഭർവാ സകെ, ഇപ്പോൾ അവനെന്താണ്, പേനയിൽ മഷി നിറക്കാൻ സാധിച്ചില്ല. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം തന്നെ അതെന്താണ്, ഉള്ളതിനെ ഇല്ലാതാക്കരുത് എന്ന അർത്ഥത്തിൽ. ബാദൽ കോ ദേക്കർ ഘടേ കോ നഹി ഢുലാനാ ചാഹിയേ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതാ കൊടുത്തിട്ടുണ്ട്, ദുക്കാൻദാറിനെ ऐसा ക്യോं കഹാ, കടക്കാരൻ അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞത്. ആജ് കി നയി പീഡി തോ ऐसे है, ഇന്നത്തെ പുതിയ തലമുറ അങ്ങനെ ആയിട്ടുണ്ട്, പണ്ടൊക്കെ ഇല്ലായ്മയായിരുന്നു. നയി പീഡി തോ സോച്ച്തേ ഹേ നയേ മിൽനെ പർ പുരാനത്തെ ഛോട് ദേ, പുതിയത് കിട്ടുമ്പോൾ പഴയതിനെ അങ്ങ് ഉപേക്ഷിക്കാമെന്ന്. അപ്പോൾ മിൽനെ കി ബാദ് ആപ് സോച്ച്നാ ഹേ, കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ചിന്തിക്കുക. എന്തെങ്കിലും ഒരു വസ്തു കിട്ടാനുണ്ടെന്ന് വിചാരിച്ചിട്ട് ഉള്ളതിനെ ഇല്ലാതാക്കണ്ട. അതാണ് ആ ഫസ്റ്റ് ലൈന് പറഞ്ഞത്, ബാദൽ കോ ദേക്കർ ഘടേ കോ നഹി ഢുലാനാ ചാഹിയേ. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, ദുക്കാൻ വാലെ ഭയ്യ, കടക്കാരനായ സഹോദരൻ കഹ പറഞ്ഞു. എന്താ പറഞ്ഞത്, ദ പോട്ട് ഷുഡ് നോട്ട് ബി മോൾഡഡ് ആഫ്റ്റർ സീയിങ് ദ ക്ലൗഡ്, കാർമേഘത്തെ കണ്ടിട്ട് ബാദൽ കോ ദേക്കർ ഘടേ കോ നഹി ഢുലാനാ ചാഹിയേ. और पूछा, എന്നിട്ട് ചോദിച്ചു, कौन सी में पढ़ते हो, कौन सी में, ഏതിലാണ് പഠിക്കുന്നത്. इन विच क्लास यू स्टडी, 5वीं में, 5th में. साहिल ने ऐसे बुरे मन से बताया, സാഹിൽ ऐसे बुरे मन से, ഇങ്ങനെ ബുരേ മനസ്സെ, മോശമായ ഒരു മനസ്സോടെ, അതായത് ഒരു സങ്കടപ്പെട്ട മനസ്സോടെ. ബുരേ എന്ന് പറഞ്ഞാൽ മോശം എന്നാണ്, പക്ഷേ മോശമായ മനസ്സോടെ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ട മനസ്സോടെ. ബതായ പറഞ്ഞു. ടോൾഡ് വിത്ത് എ ബാഡ് ഹേർട്ട്, ജൈസെ എങ്ങനെയെന്നാൽ 5वीं में പഠന പാപ് ഹോ, എങ്ങനെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, 5वीं में പഠന പാപ് ഹോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണ് എന്ന ഒരു രീതിയിലായിരുന്നു അവൻ്റെ പറച്ചിൽ. 5ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞ ആ ഒരു ശബ്ദത്തിന് ഒരു സങ്കടഭാവം ഉണ്ടായിരുന്നു. അതാണ് 5वीं में പഠന പാപ് ഹോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു പാപമാണോ, കുറ്റമാണോ എന്ന രീതിയിലാണ് ഉസ്നെ തോ കഹ, സാഹിലിനെ കഹ. ബുരേ മൻ സെ കഹ, ഉസ്കാ മൻ ബുറാ ഹോനാ കാ കാരണം ക്യാ ഹേ, അവൻ്റെ മനസ്സ് സങ്കടപ്പെടാനുള്ള കാരണം എന്താണ്. ഹാ, സ്യാഹി നഹി മില ഓർ പെൻ में जो स्याही बची थी वो तो
ക്യാ കിയ, ചിടക് ദിയ, അതങ്ങ് ഒഴിവാക്കുകയും ചെയ്തു. ദോനോ, ദുക്കാൻ വാലെ ഭയ്യാനെ കഹ. ദോനോ ക്വസ്റ്റ്യൻ മാർക്കാ, രണ്ടുപേരുമോ? ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, കടക്കാരനായ ആ സഹോദരൻ ചോദിച്ചു. ഹാം ദോനോ, യെസ് ദോനോ, രണ്ടുപേരും. और हम दोनों का सेक्शन भी एक ही है. और കൂടാതെ ഹം ദോനോ കാ, ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ ബി, ഡിവിഷനും ഏക് ഹി ഹേ, ഒന്ന് തന്നെയാണ്. എ അപ്പോൾ 5th A में दोनों पढ़ते हैं. 5th Aയിലാണ് രണ്ടുപേരും പഠിക്കുന്നത്. टोल्ड विथ ए बैड हर्ट, क्या कहा? 5वीं में साहिल ने ऐसा कहा. पर ബേല बहुत ഖുഷി സെ ബോൾത്തി ഹെ, പക്ഷേ ബേല വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. ഹാം ദോനോ, രണ്ടുപേരും. ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹെ, ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷനും ഒന്നാണ്. എ. ബേലാനെ ऐसे ഖുഷ് ഹോക്കർ ബതായ, ബേല ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞു. ജൈസെ യെ കോയി बहुत बड़ी बात हो, എങ്ങനെയെന്നാൽ യേ കോയി बहुत बड़ी बात हो, ഇത് വലിയൊരു കാര്യം പോലെ. അവർ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന വലിയൊരു കാര്യം പോലെ, അത്രയും ഖുഷി സെ ബേലാനെ കഹ, അത്രയും സന്തോഷത്തിലാണ് ബേല പറഞ്ഞത്. വി ബോത്ത് ഹാവ് ദ സെയിം സെക്ഷൻ, ബേല ടോൾഡ്. ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.